നമ്മുടെ നാട്ടില് ചിപ്സ്, മിക്സ്ചർ, ഹൽവാസ്, പ്രോബ്ലി ലൈക്ക് എനി അതർ മലയാളി, ഞാൻ ഇതൊരു ടേസ്റ്റുമായിട്ട് മാത്രമേ ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. യു സ്പോക്ക് അബൌട്ട് ഹൗ യു ബിൽഡ് പ്രോസസ്സസ് അറൌണ്ട് ഇറ്റ്, ഹൗ യു സ്റ്റാൻഡർഡൈസ്. കെൻ യു ജസ്റ്റ് എലാബറേറ്റ് എ ബിറ്റ് ഓൺ ദാറ്റ്? ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യമുണ്ട്, നമ്മുടെ ചോരയിൽ ഉണ്ടാവാന്ന് പറയും. കമ്മിങ് ഫ്രം എ മലബാർ ബേസ്ഡ് ഫാമിലി, എവറിത്തിങ് റിവോൾവ്സ് അറൌണ്ട് ഫുഡ്. ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയാന്ന് പറയാം. പക്ഷേ പ്രൊഫഷണലി ഐ ഹാഡ് എ ഡിഫറെന്റ് ലൈൻ. ഇനീഷ്യൽ ഇയേഴ്സ് വിത്ത് ദ ടഫസ്റ്റ്. ജിലേബി മിശ്രൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇവൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ എന്ത് കണ്ടിട്ട് ഇവിടെ വന്നതെന്നുള്ളതാണ് ഇത്. അപ്പം അച്ഛൻ പറയാൻ തുടങ്ങി, നിനക്ക് പുറത്തായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ജീവിതമായിരുന്നോ എന്നൊക്കെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഹി വാസ് ആക്ച്വലി റീതിങ്കിങ് ഹിസ് ഡിസിഷൻ ഓഫ് ബ്രിങ്ങിങ് മീ ബാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, യു ഡിൻ ബ്രിങ് മീ ബാക്ക്, ഐ കെയിം ബാക്ക്. ഞാൻ തിരിച്ചു വന്ന ഇറ്റ് വാസ് മൈ ഡിസിഷൻ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇതിൽ കയറി കൂടാനല്ല വന്നത്, അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെന്നെ ബുദ്ധിമുട്ടിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതൊരു അക്വയർഡ് പാഷൻ ആണോ എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു ചോദ്യം. അച്ഛനും അമ്മയായിട്ട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ബിസിനസ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് അത് ക്ഷയിച്ചു പോയാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ദെയർ ഇൻ ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. It's one thing to build a business and totally another to inherit one, and especially keep it relevant with constantly changing times. Biju Prem Shankar leads Fresh Products, Kerala's traditional snacks manufacturing company, which is a second generation business he inherited from his father. Beyond the age-old recipes and the brand, here's a founder navigating legacy, pressure, and the constant push to evolve with changing times. Let us understand what that takes and what it costs. Let's dive right in. ബിജു, നമ്മൾ തമ്മിൽ കുറച്ച് വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ശരിക്കും ബിജുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടില് ചിപ്സ്, മിക്സ്ചർ, ഹൽവാസ്, പ്രോബ്ലി ലൈക്ക് എനി അതർ മലയാളി, ഞാൻ ഇതൊരു ടേസ്റ്റുമായിട്ട് മാത്രമേ ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഐ ഹേർഡ് യു കം ഇൻ, യു സ്പോക്ക് അബൌട്ട് ഹൗ യു ബിൽഡ് പ്രോസസ്സസ് അറൌണ്ട് ഇറ്റ്, ഹൗ യു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രാക്ടീസിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്തെന്നുള്ളതും, നമ്മുടെ ഓർമ്മയിലുള്ള ടേസ്റ്റുകളൊന്നും അത്ര ഹെൽത്തി ആയിരുന്നില്ല എന്നുള്ള ഒരു അവയർനെസ് എന്നെ പോലെ ഒരു സാധാരണക്കാരന് പകർന്നു വന്നു. സോ ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വർ യുവർ ഏർലി ഇൻഫ്ലുവൻസസ് ലൈക്ക്? ഇത്രയധികം ഇന്നോവേഷൻ ഇങ്ങനെ ഒരു ട്രഡീഷണൽ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡീപ് തോട്ട് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഏർലി ഇൻഫ്ലുവൻസസ് ബിജുവിന് എങ്ങനെയായിരുന്നു? ഗ്രോയിങ് അപ്പ്, the sounds or the smells you were exposed to, your father's business. Can you just elaborate a bit on that? ഫുഡ് ആസ് എ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഒരു 15 to 18 ഇയേഴ്സ് ആയിട്ട് എൻ്റെ ലൈഫിൽ കയറി വന്നു. പക്ഷെ ചെറുപ്പം മുതലേ ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പം ദാറ്റ് ഇസ് ദെയർ, നമ്മളെ ചോരയിൽ ഉണ്ടാവാന്ന് പറയും. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ബീൻ ദെയർ. പിന്നെ കമ്മിങ് ഫ്രം എ മലബാർ ബേസ്ഡ് ഫാമിലി, അവിടെ ഫുഡ് ഇസ് എവറിത്തിങ് റിവോൾവ്സ് അറൌണ്ട് ഫുഡ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, കഴിച്ചോ? ഉച്ചക്കാണെങ്കിൽ ഊണ് കഴിച്ചോ? രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചായ എടുക്കണം. അപ്പൊ ഭക്ഷണം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം കഴിക്കാണ്ട് ഒരു കോൺവെർസേഷൻ ഇല്ല. ആൻഡ് അവിടെ ഭക്ഷണത്തിന്റെ വെറൈറ്റീസ് ആയാലും ഭക്ഷണം എങ്ങനെ കൊടുക്കണം, അതിനെപ്പറ്റിയൊക്കെ ഭയങ്കര ഒരു വാംത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയിലും വളർന്നതും. അത് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്ത്, ഞാൻ 1 വയസ്സുള്ളപ്പോഴാണ് എറണാകുളത്തേക്ക് ഇവരൊക്കെ റീലൊക്കേറ്റ് ചെയ്ത് അച്ഛനും അമ്മയും കൂടെ വരുന്നത്. അന്ന് മുതലേ അത് അവരും നമ്മുടെ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. ആൻഡ് ദേ വർ വെരി പർട്ടിക്കുലർ അബൌട്ട് ഹൗ ഈച്ച് ഫുഡ് ഷുഡ് ബി. ഇത് ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് ചില സമയത്ത് അച്ഛൻ്റെ നിർബന്ധങ്ങൾ അമ്മക്ക് ഭാരമായി മാറാറുണ്ട്. എന്നാലും അമ്മ വാസ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ദാറ്റ്. പക്ഷെ ലൈഫിന്റെ പ്രഷേഴ്സിൽ ഫുഡ് കംസ് ഡൗൺ ദ പ്രയോറിറ്റി. പക്ഷെ അങ്ങനെയല്ല നമുക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ശരിക്കും അച്ഛൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറേ രാഷ്ട്രീയക്കാരും ഇവരൊക്കെ ആയിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്, നേതാക്കന്മാരൊക്കെ ആയിട്ട്. അവരൊക്കെ സിറ്റിയിലുള്ളപ്പം ഇവിടെ വരും, വീട്ടിൽ വരും, ജസ്റ്റ് ഫോർ വൺ തിങ്, എന്നുവെച്ചാൽ നല്ലൊരു ഫുഡ് ആൻഡ് ഗുഡ് കോൺവെർസേഷൻ. അതിന് വേണ്ടിയിട്ട് വരിക എന്നുള്ളത്. അച്ഛൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഈ
പൊളിറ്റിക് ലൈഫിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാന്നല്ലാണ്ട് ആക്റ്റീവ് പൊളിറ്റിക്സ് വിട്ടു. ഉം. പക്ഷെ ഫുഡ് വാസ് വൺ ഓഫ് ദി റീസൺസ് വെയർ പീപ്പിൾ യൂസ് ടു റിമെമ്പർ ഹിം ഓൾസോ. അപ്പൊ അത് തന്നെ നമ്മൾ ഫ്രഷ് പ്രോഡക്ട്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്ട്രീമിലേക്ക് ഫുഡിലേക്ക് കടന്നപ്പോഴും ആ സെയിം സംഭവം അങ്ങോട്ടും ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ദിസ് ഇസ് എ ബിറ്റ് അബൌട്ട് യുവർ early influences. Growing up, did you want to explore a totally different domain other than food? ഇതൊരു അക്വയർഡ് പാഷൻ ആണോ എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഒരു ചോദ്യം. ഫുഡ് ഫുഡ് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എവറിബഡി ഹാസ് അട്രാക്ഷൻ ടുവേർഡ്സ് ഫുഡ്. ഒരു ബേസിക് നെസസിറ്റി ആണ്. പിന്നെ ചിലർക്ക് ദേ സംടൈംസ് ഗോ ബിയോണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വാട്ട് ഐ എം തിങ്കിങ് ഓഫ് when I'm having my breakfast, what will I have for lunch? ഓക്കെ. അത് ഓട്ടോമാറ്റിക് ആണ്. അത് അങ്ങനെയാണ്. അപ്പം മൈ വൈഫ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. പറഞ്ഞാൽ അത് വിശക്കുന്ന സമയത്തെ ഫുഡിനെ പറ്റി ആലോചിക്കുള്ളൂ. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററോ അല്ലെങ്കിൽ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ലഞ്ച് കഴിയുമ്പോൾ ഡിന്നറിന് എന്തായിരിക്കും എന്നുള്ള സ്വപ്നം കൊണ്ടുകൊണ്ടാണ്. ദാറ്റ് ഇസ് ദ വേ. അപ്പം ഫുഡ് ഇസ് ഓൾവേസ് ദെയർ ഇൻ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഓക്കെ. ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയാന്ന് പറയാം. അത് ദാറ്റ് ഇസ് വൺ ഓഫ് ദി പാർട്സ് ഓഫ് തിങ്. പക്ഷേ പ്രൊഫഷണലി ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ലൈൻ. എന്ന് വെച്ചാൽ ഐ വാസ് വെരി സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സംതിങ് റിലേറ്റഡ് ടു സയൻസ്. ഐ വാണ്ടഡ് ടു ഫൈൻഡ് സംതിങ്, എക്സ്പ്ലോർ ചെയ്യുക പുതിയ കാര്യങ്ങൾ. ഒരു സയൻറ്റിഫിക് റീസണിങ് ഒക്കെ ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. അപ്പം ആ ലൈനിലായിരുന്നു. പക്ഷേ ഫോർ മെനി റീസൺസ് മാത്സ് ഐ വാസ് നോട്ട് സ്ട്രോങ് ഇൻ മാത്സ്. അപ്പോൾ മാത്സ് ഇല്ലാണ്ട് സയൻസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഐ ഷിഫ്റ്റഡ് ടു കോമേഴ്സ്. പിന്നെ ഫ്രം കോമേഴ്സ് ഓൺവേർഡ്സ് ഐ വർക്ക് ഇൻ മെനി പ്ലേസസ്. പല പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് അതിൽ നിന്ന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡിലേക്ക് ഒരു കോൾ വന്നത് ഫാമിലി ബിസിനസ്സിനോടുള്ളൊരു ചെറിയൊരു അംബ്ലിക്കൽ കോഡ് കണക്ഷൻ ഉണ്ടല്ലോ. എത്രയൊക്കെ എവിടെയൊക്കെ പോയാലും അൺലെസ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, എപ്പോഴെങ്കിലും നമ്മൾ അച്ഛനും അമ്മയായിട്ട് കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ബിസിനസ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് അത് ക്ഷയിച്ചു പോയാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ദെയർ ഇൻ ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റും കൂടെ ഐ തോട്ട് ബീയിങ് ദി എൽഡർ sibling in the family, I thought I should take it forward എന്നുള്ളത്. And it had a lot of good core values അതിനകത്ത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് കോസ് ടു ടേക്ക് ഫോർവേഡ്. ഫുഡ് ഇസ് ഓൾവേസ് ഗുഡ്. ഫുഡ് ഇസ് ഓൾവേസ് എ ഗുഡ് ബിസിനസ്. യെസ്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അന്ന് എങ്ങനെ കൊണ്ടുപോകുന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു വിചാരം പിന്നെ ഒരു ലേറ്റർ സ്റ്റേജസ് ഓഫ് മൈ എന്താ പറയുക കരിയറൊക്കെ തുടങ്ങി ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്താണ് പിന്നെ ഫിക്സ് ചെയ്തത്. പിന്നെ റിയാലിറ്റീസ് ഓഫ് പ്രൊഫഷണൽ വർക്ക് ഇല്ലേ അതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല. ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം, വാട്ട് വാസ് യുവർ ഫാദേഴ്സ് കോർ പർപ്പസ് ബിഹൈൻഡ് സ്റ്റാർട്ടിങ് സംതിങ് ലൈക്ക് ദിസ്? ബിസിനസ് തുടങ്ങുന്നത് ലൈക്ക് എനിബഡി ഡ്യൂറിങ് ദി ഏർലി 80s വാസ് ആക്ച്വലി ടു എന്താ പറയുക, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വയറ്റിപ്പഴപ്പം എന്ന് പറയും. അപ്പം എന്ത് ചെയ്യും, പൊളിറ്റിക്സ് വിട്ടു. അപ്പം അതൊരു ഇവരൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വെരി പോവർട്ടി സ്ട്രിക്കൺ ബാക്ക്ഗ്രൗണ്ട് ആണ്. 2 അല്ല, ഇൻ ദെയർ ലൈഫ് ദേ ഹാവ് സീൻ പോവർട്ടി. അങ്ങനെയുള്ളവർ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ കയറി ദേ സ്റ്റാർട്ടഡ് ഡ്രീമിങ്. അമ്മ ടീച്ചറായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും സിറ്റിയിൽ മൂവ് ചെയ്തു. മലബാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ദേ ഹാഡ് ബെറ്റർ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഏത് സ്ട്രീമാണ് നല്ലത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബേക്കറി സെക്ടറുമായിട്ട് കണക്ഷൻ ഉള്ളൊരു ഫാമിലിയാണ് നമ്മൾ. നമ്മുടെ ഫാമിലിയിൽ തന്നെ ബേക്കറികളുണ്ട്, ബേക്കറി ഓണേഴ്സ് ഉണ്ട്. അപ്പം അതുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് അതുമായിട്ട് ബന്ധമുള്ളൊരു സാധനത്തിലേക്ക് തുടങ്ങാം എന്നുള്ളൊരു വളരെ ക്രൂഡായിട്ടുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പം തുടങ്ങുമ്പോൾ അങ്ങനെ $multi-million സാധനമോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേറൊരു സാധനം കൊടുക്കാനോ അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല. ബേസിക്കലി അത് ഒന്ന് തുടങ്ങുക, നിത്യ ചെലവിനുള്ള പൈസ ഉണ്ടാക്കുക, ആൻഡ് ലെറ്റ് സീ വേർ വി ഗോ ഫ്രം ദെയർ. അത്ര മാത്രമേ അച്ഛൻ്റെ സൈഡിൽ അതുണ്ടായിരുന്നുള്ളൂ. Another thing that I've always noticed is the consistency of your products. So consistency is very hard, especially in a domain like this. അത് അച്ഛനുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അച്ഛൻ നോക്കിക്കണ്ടിരുന്നത്? അത് ഇപ്പം ഞാൻ നേരത്തെ നിർത്തിയ സ്ഥലത്തു നിന്നുള്ള അടുത്ത ഫേസാണ്. വെച്ചാൽ
ഫ്രം സ്റ്റാർട്ടിങ് ഫോർ എ ലൈവ്ലിഹുഡ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇത് വന്നത്. പക്ഷെ വൺസ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് സച്ച് എ തിങ്, അച്ഛൻ്റെ ശൈലിക്ക് ഇത് കൊണ്ടുപോകണമെന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ സ്നാക്ക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ട്രഡീഷണൽ സ്നാക്സിലൊക്കെ ഉള്ള കൺവെൻഷൻസ് അച്ഛൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡെയിലി വേജസ്, ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ അന്നുള്ള തൊഴിലാളികളൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളികൾ എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയാം, ജീവനക്കാരെന്ന് പറയാം, തൊഴിലാളികൾ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇവരൊക്കെ ഒരു പണി ചെയ്യാൻ പോവാന്നല്ലാണ്ട് വേറൊരു അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. ഒരു കണക്ഷനോ അങ്ങനെ ഒരു ടീം എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും അന്നില്ല ആ കാലത്ത്. അച്ഛൻ അത് പറ്റില്ല. അപ്പോൾ അവിടെ സ്റ്റാഫിന് യൂണിഫോം വേണം. 80s ആന്ന് ഓർക്കണം, ഏർലി 80s ആന്ന് ആലോചിക്കണം. ആ സമയത്ത് യൂണിഫോംസ് അപ്പൊ യൂണിഫോം വേണം, സാലറി ആയിരിക്കണം, ഫിക്സ്ഡ് സാലറി ആയിരിക്കണം, അത് ഇത്രാം തീയതി കൃത്യമായിട്ട് കിട്ടണം. പിന്നെ അവർക്ക് സൺഡേ ഹോളിഡേ കൊടുക്കണം. ഇതൊക്കെ അച്ഛന്റെ ആശയങ്ങൾ. അതെ അതെ അതെ, അച്ഛൻ ഈ സെക്ടറിൽ ഇറ്റ് വാസ് ഓൾറെഡി ദേർ. ഓക്കെ, പക്ഷെ ഈ സ്മോൾ സെക്ടറിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നുള്ളതാണ്. പക്ഷെ ഇത് ആദ്യം മുതലേ ഒരു വാല്യൂ സിസ്റ്റം വാല്യൂ സിസ്റ്റം വേണം എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ അത് ഇവർക്ക് വേണ്ടിയാ പറയുന്നതെന്ന്, ആർക്ക് വേണ്ടിയാണോ പറയുന്നത് അവര് തന്നെ അതിനെതിരായിരുന്നു. എനിക്ക് യൂണിഫോം വേണ്ട, യൂണിഫോം ഇട്ടാ വേർക്കുന്നാ പറയുന്നത്. പക്ഷെ ഷർട്ട് ഇടാത്തവന് ഷർട്ട് ഇടിക്കാനുള്ള ബുദ്ധിമുട്ട്, അവന് ഒരു പെണ്ണ് കിട്ടണം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു വില കിട്ടണം, അതൊക്കെയാണ് അച്ഛൻ ആലോചിക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ്, പഴയ സോഷ്യലിസ്റ്റിന്റെ ചിന്താഗതികളാണ്. പക്ഷെ ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് കറന്റ് ലേബർ ലോസ് ആർ ഓൾ ഫോക്കസിങ് ഓൺ. അപ്പൊ അന്ന് ഒരു സഹപ്രവർത്തകരോടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം കാരണം പറഞ്ഞ കുറെ കാര്യങ്ങൾ, അന്ന് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരാളെ ഷർട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ചെലവില് കൊടുത്തു കഴിഞ്ഞാൽ ഷർട്ട് അവിടെ മൂലയിലിടും, എന്നിട്ട് പണിസ്ഥലത്ത്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും ഷർട്ട് അഴുക്കാവും. ഷർട്ട് ഇട്ട തുണി അഴുക്കാവാണ്ട് ഡ്രസ് ചെയ്യാൻ പഠിപ്പിക്കണം, വർക്ക് ചെയ്യാൻ പഠിപ്പിക്കണം ആദ്യം. എന്ത് ചെയ്താലും മേത്ത് തുടക്കുന്ന ഒരു സ്വഭാവമൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിക്കുക എന്നുള്ള രീതിയിൽ കുറെ നമുക്ക് പറയാത്ത കുറെ ചാലഞ്ചസ്, പറയാൻ പറ്റാത്ത കുറെ ചാലഞ്ചസ് അതിനകത്ത് വന്നിട്ടുണ്ട്. And then from there, that is where the consistency starts. എന്നുവെച്ചാൽ ആദ്യം people has to be consistent. They have to stay with us. നമ്മളിവിടെ നിൽക്കണം, നമ്മൾ പറയുന്ന കേൾക്കാനുള്ളൊരു മനസ്സ് വേണം, നല്ല ചേഞ്ച് തുടങ്ങുള്ളൂ. ആ പാത്രം റെഡിയാക്കലായിരുന്നു അച്ഛന്റെ ഫസ്റ്റ് സ്ട്രഗിൾ. And that must have also taken a lot out of him. അപ്പോൾ ഇത് ഗ്രോയിങ് അപ്പ് യു വിറ്റ്നസ് ദാറ്റ് അല്ലേ? ആക്ച്വലി അച്ഛനും ഞാനും ടോട്ടലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ എ ലോട്ട് ഔട്ട് ഓഫ് മീ, പക്ഷെ ഹി ഈസ് ആക്ച്വലി ഡിറൈവിങ് എനർജി ഔട്ട് ഓഫ് ഇറ്റ്. അച്ഛൻ ഭയങ്കര ഒരു പീപ്പിൾ പേഴ്സൺ ആണ്. ഹി ലൈക്സ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ, ഹി ലൈക്ക് ചേഞ്ചിങ് പീപ്പിൾ, ചേഞ്ചിങ് ദെയർ ലൈഫ്സ് ഒക്കെ. അപ്പൊ അതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്താലും നമ്മള് ഉമ്മൻചാണ്ടി സാറും അങ്ങനെയൊക്കെ അവരൊക്കെ എനർജി ഡ്രോ ചെയ്യുന്നത് ഇന്ററാക്ഷൻസിലേക്ക് കൂടിയാണ്. ആ ഒരു സ്റ്റൈലാണ് അച്ഛന്റെ. അപ്പൊ ഒരു രാവിലെ തൊട്ട് 10-11 മണി വരെ, പുലർച്ചെ മുതൽ രാത്രി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോരുത്തർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഇന്ററാക്ഷൻസിന് സമയം കണ്ടെത്തുക. ഹി വോണ്ട് ബി ടയർഡ്, I'll be trained. He was finding pleasure out of it. Okay. So what I was also wanting to ask is, I totally agree. Putting people first എന്ന് പറയുമ്പോൾ നമ്മള് you thrive on it. You want to go the extra mile for everyone around you. അച്ഛൻ ഇത്തിരി, I mean, I don't know if he's done that, but did he have a reset routine? യാത്രകളോ എന്തെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട്? കാരണം ഉറക്കമില്ലായ്മ ഈ പറയുന്ന പോലെ പുലർച്ചെ വരെയൊക്കെ ഇങ്ങനെയുള്ള ഇന്റർവെൻഷൻസിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഈസ് ഓൾസോ അൺകോൺഷ്യസ്ലി വെയറിങ് ഹിംസെൽഫ് ഡൗൺ. ഹി മേ ബി നോട്ട് ഹാവ് ബീൻ അവെയർ ഓഫ് ഇറ്റ്, പക്ഷെ ഫിസിക്കലി മെന്റലി ടയർഡ്നെസ് ഗെറ്റ്സ് ടു ഹിം. ആൻഡ് വാട്ട് ഹാവ് യു സീൻ that routine do to your father? അച്ഛന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഹി വാസ് നെവർ എന്താ പറയാ പ്രോഡക്റ്റ് ഓഫ് സ്നാക്ക് മാനുഫാക്ചറിങ് ബാക്ക്ഗ്രൗണ്ട് ഒരു ബേക്കറി ഇതൊന്നുമല്ല. ഹി കെയിം ഫ്രം എ ഡിഫറെന്റ് ഫീൽഡ്. ആൻഡ് അച്ഛന് അല്ലെങ്കിൽ റൂട്ടീൻസ് വളരെ സെറ്റ് ആയിരുന്നു. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും കാര്യങ്ങൾ, പിന്നെ ഡ്രിങ്ക്സ്, സ്മോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോഷ്യലൈസിങ് വാസ് വെരി ലെസ്. പിന്നെ ഫുഡ് വാസ് വെരി സെലക്റ്റീവ്. ഹി വാസ് വെരി സെലക്റ്റീവ് അബൌട്ട് ഫുഡ്. അപ്പം കഴിക്കുന്ന ക്വാണ്ടിറ്റി ആയാലും സമയമായാലും ഒക്കെ അതിനൊക്കെ ചിട്ടയുണ്ട്. അപ്പൊ ദ ഫ്രെയിം വർക്ക് വാസ് വെരി ഗുഡ് ഇൻ ദ ബിഗിനിങ്. അപ്പം ഹി ഡിഡ്ന്റ് ലെറ്റ് ദാറ്റ് ഗെറ്റ് സ്പോയിൽഡ് ബിക്കോസ് ഓഫ് ദി ബിസിനസ് ഓൾസോ. അത് അതിന്റെ ഒപ്പം തന്നെ പോയി. അപ്പം ഹെൽത്ത് ഇഷ്യൂസ്, ഐ ഹാവൻ സീൻ മൈ ഫാദർ സിക്ക്. എനിക്കൊന്ന് 10-70 വയസ്സ് വരെയൊക്കെ അച്ഛനെ സിക്കായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം, അല്ലെ ബെഡ് റിഡൻ ആയിട്ട് ഇരിക്കുന്ന സംഭവം, പനി പിടിച്ചായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഐ ഹാവൻ സീൻ ഹിം ഡിപ്രസ്ഡ്. പിന്നെ ഹി ഹാസ് ഹിസ് ഓൺ വേസ് ഓഫ് ഹാൻഡ്ലിങ് പ്രഷർ ആൻഡ് എവറിത്തിങ്. എന്നുവെച്ചാൽ ചില സമയത്ത്
കാർ എടുത്തിട്ട് ചില സ്ഥലത്ത് അങ്ങ് പോകും. ഉം. അത് ചിലപ്പം നമ്മളിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന അങ്കമാലി ഉം. ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അവിടെ പോയിട്ട് പഴം വാങ്ങിക്കാൻ പോകും. ഉം. പഴുത്ത പഴം വാങ്ങിക്കാൻ പോകും, കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോകും. അപ്പം ഞാൻ വിചാരിച്ച് ഇത്രയും ദൂരെയൊക്കെ ഇവിടെ എറണാകുളം മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഇത്രയും ദൂരെയൊക്കെ വണ്ടി ഓടിച്ച് അവിടെ പോയി അതിൻ്റെ അകത്ത് കയറി ഓരോ ചെറിയ കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകുന്നത്. ലേറ്റർ ഇൻ അവർ കോൺവെർസേഷൻസ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ എഫേർട്ട് കുറക്കണം, അച്ഛൻ്റെ പണികൾ കുറക്കണം എന്നുള്ള കാര്യത്തിൽ ഓരോന്നോരോന്ന് ഇത് അച്ഛൻ്റെ കുറച്ച് പർച്ചേസസുകളൊക്കെ അച്ഛൻ ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് ഡെലിഗേറ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ മാറ്റുന്ന സമയത്താണ് ഈ അങ്കമാലി ട്രിപ്സ് Okay. വന്നത്. You understood that was the reason. അപ്പൊ അങ്കമാലി ട്രിപ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ അത് ഞാൻ നിനക്ക് പഴം എവിടെന്ന് വെച്ചാൽ നീ എടുത്തോ, പക്ഷെ അവിടെ ഞാൻ പോകുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. Okay. അപ്പൊ ദാറ്റ് ഇസ് ഹിസ് വേ ഓഫ് അൺവൈൻഡിങ് ഓൾസോ. അവിടെ കുറച്ച് ഫാമിലീസും ഇവരൊക്കെ ഉണ്ട്, ചെറുപ്പം മുതലേ അറിയാവുന്ന ഫാമിലീസ്, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അച്ഛൻ അൺവൈൻഡ് ചെയ്യും കാര്യങ്ങൾ. അന്ന് ഫ്രഷ് ആയിട്ടാണ് വരിക. പിന്നെ ഈ പറഞ്ഞ റൂട്ടീൻസിലൊക്കെ ഉച്ചക്കൊരു 20 മിനിറ്റ്സ് പവർ നാപ്പ്, അതൊക്കെ ഭയങ്കര ഇതാണ്. പഴയ ആൾക്കാരിൽ ഏറെക്കുറെ ഇൻസ്റ്റിൽഡ് ആണ്. അതെ, ആ സാധനം അച്ഛൻ്റെ ഉണ്ടായിരുന്നു. It's very hard for us to follow, പക്ഷേ that routine was very much followed and everybody else എന്താ പറയുക അതിന്റെ ചുറ്റും അങ്ങ് ബാക്കി എല്ലാവരുടെയും ലൈഫ് അങ്ങനെ ആയി. അങ്ങനെയാണ് അച്ഛൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഹി ഹാഡ് പ്രഷേഴ്സ്, ബട്ട് ഞങ്ങളൊന്നും അത് ചിലപ്പം ദേഷ്യം പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇറ്റ് നെവർ എഫക്റ്റഡ് ദി ഡെയിലി ആക്ടിവിറ്റീസ് ഓർ ദി ബിസിനസ് ഫാമിലി റൂട്ടീൻസിനെ ഒന്നും ബാധിക്കുന്ന രീതിയിലേക്ക് ഇതുവരെ വന്നതിൻ്റെ ഓർമ്മയില്ല. ഈ ബിജു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൂട്ടീൻ കണ്ടു വളരുമ്പോഴും did you ever think that I'm not going to step into this? It's taking a lot of his time. I don't see myself doing that. What I'm built for is completely something else. എന്നുള്ള ഒരു തോട്ട് ക്രീപ്പ് ചെയ്തിട്ടുണ്ടോ? I admired what he did, because the way he did. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഇതിലേക്ക് വരണ്ട. ദിസ് ഇസ് എ സ്ട്രഗിൾ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും ബുദ്ധിമുട്ടിക്കാനല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടത്. അതാണ് ടിപ്പിക്കൽ ആ ടൈമിലുള്ള പാരൻസിന്റെ ഒക്കെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കഷ്ടപ്പെടാണ്ടിരിക്കാനാന്നുള്ളതാണ്. അത് വളരെ തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കേണ്ടതാ. അപ്പം വീൽ സ്ട്രഗിൾ ഇൻ ദർ ആബ്സെൻസ്. അപ്പോൾ വി ഷുഡ് ഓൾസോ ഹാവ് അവർ സ്ട്രഗിൾസ്. അതിനുള്ള ഒരു ചങ്കൂറ്റം നമുക്കും കിട്ടണം. അപ്പൊ പ്രൊട്ടക്റ്റീവായിട്ട് വളർത്താൻ ഇങ്ങനെ നീ ഇതിലേക്ക് വരണ്ട. ദേ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദി ലൈഫ് ഓഫ് എന്താ പറയാ, you should be gradually exposed. അപ്പം അതില് ഈവൻ ദേ ടോൾഡ് ഇത് വേണ്ട, ദിസ് ഇസ് അത് ഇത്. പക്ഷെ വാട്ട് ഐ വാസ് സീയിങ് ഇൻ ദിസ് വാസ് ഇങ്ങനെയല്ലല്ലോ ഞാൻ കൊണ്ടുപോകേണ്ടത്. ദർ ആർ അതർ വേസ് ടു ഡു ദിസ് ഓൾസോ. അവരുടെ ലൈഫിൽ അന്ന് ശരിയായിരുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൈ മൈൻഡ് ഇതിങ്ങനെ അച്ഛൻ ചെയ്യുന്ന പോലെ അല്ല ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ വോണ്ട് ടു ഡു ദിസ് ബിസിനസ് ബട്ട് നോട്ട് ദിസ് വേ. അത് ഇങ്ങനെയല്ല. പിന്നെ ഏർലി ലൈഫിൽ വി ഡോണ്ട് തിങ്ക് സോ ഡീപ്പ്, വി ജസ്റ്റ് ലിവ്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സ്നാക്സ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ എനിക്കൊരു ഗുലാബ് ജാമുനോ ലഡുവോ ജിലേബിയൊക്കെ കഴിക്കണമെങ്കിൽ എനിക്ക് റൂമിൽ കൈ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത്രയൊക്കെ ആ സിമ്പിൾ സന്തോഷങ്ങൾ മാത്രമാണ് നമ്മളെന്ന് എൻജോയ് ചെയ്തത്. അല്ലാണ്ട് ഫുഡ് ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ അൺടിൽ ലേറ്റർ ഇൻ ദി പ്രൊഫഷണൽ ലൈഫ് ഐ ഡിഡ്ന്റ് തിങ്ക് സീരിയസ്ലി. അതേപോലെ യു ഡൺ യുവർ സ്റ്റഡീസ് അബ്രോഡ് ഓൾസോ. വാസ് ദാറ്റ് എ ഡെലിബറേറ്റ് ഡെസിഷൻ ടു ഗോ അബ്രോഡ്? ഇവിടെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളപ്പോഴും ഡിഡ് യു ഹാവ് സംതിങ് എൽസ് ഇൻ മൈൻഡ്? അതായത് ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഡെലിബറേറ്റ് തോട്ടോടു കൂടിയാണോ ഉണ്ടായിരുന്നത്? അത് പുറത്ത് പോയത് ടു തിങ്സ്. വൺ ഇസ് സയൻസ്. നമ്മൾ ആ സ്ട്രീം വിട്ടു കഴിഞ്ഞപ്പോൾ ദ നെക്സ്റ്റ് ബെസ്റ്റ് thing that I was looking at was the marketing and advertising. Okay. There are a lot of science and everything is involved. ഭയങ്കര ഫാസിനേറ്റഡ് ആയി അതിനോട്. അപ്പൊ അതില് സംതിങ് ദാറ്റ് വാസ് കമ്മിങ് അപ്പ് ന്യൂ ഡ്യൂറിങ് ദാറ്റ് ടൈം. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന്റെ സമയത്ത് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അത് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ ഓസ്ട്രേലിയയില്, അവിടെയാണ് അവർ ഒരു പ്രൊഫസറാണ് അവിടെ കോയിൻ ചെയ്തത് ഈ ഒരു ടേം ഒക്കെ. അപ്പൊ ഐ ഹാഡ് ഇങ്ങനെ അത് പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇൻസിഡന്റ്ലി വി ഹാഡ് എ ട്വിന്നിങ് പ്രോഗ്രാം വിത്ത് SCMS ആൻഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. അപ്പം കുറച്ചും കൂടെ ഇറ്റ് വാസ് വെരി ക്ലോസ് ടു ഹോം. അപ്പോൾ ഒരു വർഷം ഇവിടെ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് വി ക്യാൻ ഗോ, വി ഹാവ് ദി ഓപ്ഷൻ ഓഫ് ഗോയിങ് ടു ഓസ്ട്രേലിയ. ടു തിങ്സ്, ദാറ്റ് വാസ് ദി എഡ്യൂക്കേഷണൽ തിങ്. സെക്കൻഡ് തിങ് വാസ് എക്സ്പോഷർ. എന്ന് വെച്ചാൽ ഈ അച്ഛന്റെ പവർഫുൾ ഡാഡിന്റെ കൂടെ ജീവിക്കുമ്പോൾ സിറ്റിയിൽ പോലും ഞാൻ ജോലി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ICICI ബാങ്കിലൊക്കെ ലോൺ കൺസൾട്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട്. പക്ഷെ അന്നും
ഇവര് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദേ നോ മൈ ഡാഡ് ഉം. ഓർ ദി ഫാമിലി. ഉം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇറ്റ്സ് ഓൾ ഡൗൺ ടു ഇതിപ്പോ അവരും പറയല്ലോ ഉം. അച്ഛന്റെ കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ടാണ് അവന് ഉം. ജോലിയിലും കയറ്റം വന്നതെന്നൊക്കെ ഓ. പറയും. ഒരു I- സ്റ്റീരിയോട്ടിപ്പിക്കൽ അതെ അതെ. തോട്ട് ഉണ്ട്. അപ്പൊ ഐ വാണ്ടഡ് ടു ബി ഔട്ട് ഓഫ് ദറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് സീ വാട്ട് ഐ എം. ഉം. അങ്ങനെയാണ് പുറത്തു പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രൊഫഷണൽ കണക്റ്റും കൂടെ കിട്ടിയപ്പോഴത്തെ ആ ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഇതും കൂടെ കിട്ടിയപ്പം ഡിസൈഡ് ടു ഗോ ദർ. ഓക്കെ. ഏത് പോയിന്റിലാണ് ബിജു തീരുമാനിച്ചത് ദാറ്റ് ഐ ഹാവ് ടു കം ബാക്ക് ഹോം, ഐ ഹാവ് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ് എന്നുള്ളത് ഏത് പോയിന്റിലാണ് തീരുമാനിച്ചത്? അത് ഇവിടുന്ന് പോകുമ്പോഴേ അറ്റ് സം പോയിന്റ് ഐ വിൽ കം ബാക്ക് എന്നുള്ളതുണ്ടായിരുന്നു. ഐ നെവർ പ്ലാൻ ടു സെറ്റിൽ എൽസ്വെയർ. ഉം. ഐ എം എ വെരി ഹോം പേഴ്സൺ. കൊച്ചി അല്ലാണ്ടൊരു സാധനമൊന്നും എനിക്കില്ല. അപ്പം എവിടെയൊക്കെ പോയാലും ഐ ഫൈൻഡ് മൈ ഹോം ബാക്ക് ഇൻ കൊച്ചി എന്നുള്ളത് എപ്പോഴും വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ പോകുമ്പോഴേ ബിസിനസ്സിൽ വരണം എന്ന് മാത്രം എനിക്കൊരു ഉം. ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോൾ വീട് നല്ലതല്ലായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ വരണമല്ലോ. അതേപോലെ ബിസിനസ് വാസ് ഇംപെർഫെക്റ്റ്. ഉം. കുറെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ സാധനങ്ങൾ അതിനകത്ത് ഇപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് ഐ വാണ്ടഡ് ടു കം ബാക്ക്. അപ്പോൾ വെൻ ഐ കം ബാക്ക്, ബൈ ദ ടൈം ഐ കം ബാക്ക്, ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്നെ കൊണ്ട് അവിടെയുള്ളവർക്ക് പണിയാവരുത്. ഇത് ബിസിനസ്സിലുള്ള എക്സിസ്റ്റിംഗ് ആൾക്കാർ. ഐ ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു ഓഫർ തിങ്സ് ടു മൈ ബിസിനസ്. അപ്പോൾ അതിനുള്ളൊരു എക്സ്പോഷറും കൂടെ കിട്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടും കൂടെ വേണം വരാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ ബിസിനസ്സിലേക്ക് കയറുന്നതിനെ പറ്റി എനിക്ക് അന്നും ഉണ്ടല്ല. ബിക്കോസ് ഐ വോണ്ട് ഹാവ് ദ ടൂൾസ് ടു അപ്ലൈ ഹിയർ. Okay. വെറുതെ ഐ വിൽ ഓൾസോ ബിക്കം എ ബർഡൻ. ദേ വോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് എ ഗ്രാജുവേറ്റ്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ ബിസിനസ്സിൽ ആർക്കും അറിയില്ല. ഉം. ഐ ഷുഡ് കം ഇൻ ആൻഡ് നോ വാട്ട്. എൻ്റെ കസേര ഞാൻ തന്നെ പടുന്നിട്ട് കൊണ്ടുവരണം അതിനകത്ത്. ഉം. എന്നിട്ട് അവരെയൊക്കെ നമ്മള് ഡ്രീമിന്റെ ഭാഗമാക്കാനുള്ള പണികൾ നമ്മൾ ഐ എം ഓൾസോ വണ്ടറിങ്, ഇപ്പം അച്ഛൻ്റെ സ്ട്രഗിൾസും ത്രൂ ദ ഇയേഴ്സ് ഇത് പറഞ്ഞു. ഈ പോയിന്റ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ഹവ് ഓൾവേസ് ബീൻ ഇൻ ഹിസ് മൈൻഡ് ഫോർ യു ടു ജോയിൻ ദ ബിസിനസ്. Yeah. നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള വേറൊരു വശത്തുള്ള വിചാരം കാണും. പക്ഷേ ഐ എം ജസ്റ്റ് വണ്ടറിങ് ഇഫ് യുനോ അറ്റ് ദാറ്റ് പോയിന്റ് did he feel a sense of burnout and he felt that ഒരു എന്താ പറയുന്നത് വിതിൻ ഫാമിലി തന്നെ നമുക്കൊരു എക്സ്റ്റെൻഡഡ് റീച്ച് ഓൾറെഡി ഉണ്ട്, ഹൗ ക്യാൻ ഐ കോൾ ഹിം ബാക്ക്? ഡിഡ് ഹി പുട്ട് ദാറ്റ് അക്രോസ് ടു യു ഓർ ദാറ്റ് തോട്ട് കെയിം ടു യു ആൻഡ് യു ഡിസൈഡഡ് ടു സ്റ്റെപ്പ് ഇൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അച്ഛനായാലും അമ്മയായാലും ദേ ഡിഡ്ന്റ് വാണ്ട് ടു സേ ദാറ്റ്. Obviously. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ടായിട്ട് നമ്മൾ പോകുമ്പോൾ വി വോണ്ട് പുട്ട് എവറിത്തിങ് ഇൻ ടു വാട്ട് വി ഡു. അതുകൊണ്ട് അവരും പറഞ്ഞിട്ടാണ്. പക്ഷെ ശരിക്കും ഈ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ അന്ന് ഫാമിലി ഇല്ല, ഒരു ചൊരത്തളപ്പും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം ഐ യൂസ് ടു വർക്ക് വെരി ഹാർഡ്. ഒരു 10-12 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ടയർഡൊന്നും ആവില്ല. Because you've seen your dad do it. Yes. അപ്പൊ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് ആൻഡ് ഭയങ്കര വലിയ സാലറി ഒന്നും അല്ല. സാലറി ഒക്കെ വെരി നമ്മുടെ കാര്യം നടന്നു പോകും, കുറച്ച് എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഹി വാസ് കോൺസ്റ്റന്റ്ലി ടെല്ലിങ് മീ ദറ്റ് എന്തിനാ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്തെന്നായി കിട്ടുന്നത്. ബിക്കോസ് ഹി വാസ് എ പീപ്പിൾ പേഴ്സൺ ആൻഡ് ഹി വാസ് ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് സ്റ്റാഫ് വെൽ. അപ്പം ആൻഡ് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ട്രീറ്റ്മെന്റ് ഫ്രം സംബഡി എൽസ്. അപ്പൊ അച്ഛൻ അത് പറയുന്ന വെച്ചാൽ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതാക്കുന്നത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കാട്ടും സാലറി ഇവിടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് വി ഹാഡ് ഒരു മാരേജും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു ത്രെഡ് ആയിട്ട് വന്നു. ആൻഡ് ദെൻ You met your life partner there? Yeah, in Australia. Okay. അത് കഴിഞ്ഞ് ഇവിടെ ആലപ്പുഴക്കാരിയാണ്. ഇവിടെ വന്നിട്ട് നമ്മളിത് അച്ഛനും അമ്മയോടും പറഞ്ഞപ്പോഴാണ് നമ്മള് അപ്പൊ പിന്നെ ആ റീസണും പറഞ്ഞു. ഷീ വാസ് മൈ ഏജ്. അപ്പം ഐ വാസ് തിങ്കിങ് ഓഫ് കണ്ടിന്യൂയിങ് ടു വർക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ്. പക്ഷെ ഹി സെഡ് സെയിം ഏജ് ആണ്, കുട്ടി പ്രായം കൂടും, ഇപ്പൊ കല്യാണം കഴിക്കണം. അപ്പോൾ then we had to put a full stop. അവിടെ എൻ്റെ ആ ഒരു വർക്ക് സ്ഥാനത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആൻഡ് ഫോർ ഗുഡ് വന്നു. പിന്നെ മാരേജ് ആൻഡ് ഓൾ ദി യൂഷ്വൽ ഫാമിലി സ്റ്റഫ് ഒക്കെ കഴിഞ്ഞ് ഐ റീജോയിൻ മൈ ബിസിനസ് ഫോർമലി. Okay. And I also wanted to ask you, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫാമിലി ബിസിനസ്സിലേക്ക് വന്നു, ജോയിൻ ചെയ്തു, ആൻഡ് യു സ്കെയിൽഡ് ഇറ്റ്.
this is on the surface what everybody sees. But with a family business also comes a lot of pressure. ഉം. നിങ്ങളുടെ വർക്ക് ഐഡന്റിറ്റിയും പേഴ്സണൽ ഐഡന്റിറ്റിയും തമ്മിലുള്ള കുറെ കോൺഫ്ലിക്ട്സ്. ഹൗ ഹാവ് യു ഡെൽറ്റ് വിത്ത് ദാറ്റ്? അത് വിത്ത് എവറി ഇയർ അതിന്റെ ഡൈനാമിക്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ ജോയിൻ ചെയ്തൊരു കാലഘട്ടം പറഞ്ഞു, ഇനീഷ്യൽ ഇയേഴ്സ് വിത്ത് ദ ടഫസ്റ്റ്, ബിക്കോസ് അന്ന് ബിസിനസ് ദ വേ ഇറ്റ് വാസ്, അതൊരു എൻട്രി ലെവൽ, ഒരു സാധാരണ ഒരു വെരി ഹംബിൾ ലെവലിൽ കിടക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ വരുമ്പോൾ ലഡ്ഡു ജിലേബി മിശ്രമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, അവിടെ ഇവൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ എന്ത് കണ്ടിട്ട് ഇവിടെ വന്നതെന്നുള്ളതാണ് ഇത്. അപ്പം ദിസ് വിൽ ഓൾസോ എഫക്ട് മൈ ഡാഡ്, ബിക്കോസ് സ്റ്റാർട്ടഡ് എഫക്ട് മൈ ഡാഡ്. അച്ഛൻ പറയാൻ തുടങ്ങി, നിനക്ക് പുറത്തായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ജീവിതമായിരുന്നോ എന്നൊക്കെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. സോ ഹി വാസ് ആക്ച്വലി റീതിങ്കിങ് ഹിസ് ഡിസിഷൻ ഓഫ് ബ്രിങ്ങിങ് മീ ബാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, യു ഡിൻ ബ്രിങ് മീ ബാക്ക്, ഐ കെയിം ബാക്ക്. ഞാൻ തിരിച്ചു വന്ന ഇറ്റ് വാസ് മൈ ഡിസിഷൻ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാഴ്ചപ്പാടൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഇതിൽ കയറി കൂടാനല്ല വന്നത്. അതൊരടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെന്നെ ഒരു ബുദ്ധിമുട്ടിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ഒരു 10-20 ബൈ ദെൻ ഐ തിങ്ക് 23-24 ഇയേഴ്സ് ആയി ബിസിനസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച ബിസിനസിന്റെ ഒരാള് ഇന്നലെ വന്നൊരുത്തൻ ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഓൾവേസ് അപ്രിഹെൻസീവ്, അത് എവിടം വരെ പോകും. അതെ അതെ. അത് മാത്രമല്ല, ഇവന്റെ ഐഡിയാസ് പൊളിച്ചെടുക്കുവോ എന്നുവെച്ചാൽ നമ്മൾ ടോട്ടലി ആ സെക്ടറിൽ ആരും ഇതുവരെ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും ഓടൂല. പിന്നെ അച്ഛൻ ബിൽഡ് ചെയ്ത ടീമാണ് അവിടെ ഉള്ളത് കംപ്ലീറ്റ്. അപ്പൊ അവരും പറയാം ഇത് പണിയാണ്, അത് അവൻ പറഞ്ഞ നടക്കില്ല. ഈ പറയുന്ന പോലെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോഴും ഈ ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ എന്താ പറയുന്നത്, റെസിപ്പീസ് ഓൾസോ ലൈക്ക് യു മെൻഷൻഡ് ഏർലിയർ, ഇതിനെല്ലാം കൃത്യമായ അളവുകളുണ്ട്. ഒരളവ് തെറ്റാതെ അറ്റ് ദ സെയിം ടൈം ഇന്നോവേഷനും കൂടി ഫാക്ടർ ഇൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ്? അത് വൺ തിങ് ദാറ്റ് വാസ് പോസിറ്റീവ് ഫോർ മീ, ഒരു പോസിറ്റീവ് തിങ് ദാറ്റ് ഐ ഹാഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ദർ വാസ്, അച്ഛന് ഇവരുമായിട്ട് നല്ല റാപ്പോ. അപ്പം ദേ ഡിഡ്ന്റ് ഹാവ് ഇൻസെക്യൂരിറ്റീസ്. എന്നുവെച്ചാൽ അവിടെ നിന്ന് എന്തായാലും പുറത്താക്കൂല, എന്തോ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ദാറ്റ് കൾച്ചർ വാസ് ദർ. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ടു ഹാവ് ദ ബിഗിനിങ്. അപ്പം ദേ ട്രസ്റ്റഡ് ദാറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് തിരിച്ചു പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതിന്റെ പേരിൽ എന്തായാലും ശങ്കരേട്ടൻ ഞങ്ങളെ പുറത്താക്കൂല എന്ന് അവർക്കറിയാം. സോ ദാറ്റ് ഈസ് ഓൺ ദി ടേബിൾ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യത്തെ എനിക്കൊന്നൊരു 1.5 വർഷത്തേക്ക് ഐ നെവർ ആസ്ക്ഡ് ദം ടു ചേഞ്ച് എനിത്തിങ്. ഐ ജസ്റ്റ് വെന്റ് വിത്ത് ദം, ബിക്കോസ് ഇവരൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പം വരെ ഉള്ള ആൾക്കാരൊക്കെ, ദേ ന്യൂ മീ ആസ് എ പേഴ്സൺ, പക്ഷെ ദേ ഡിഡ്ന്റ് നോ മീ ആസ് എ ഓൺടർപ്രണർ ഓർ എ ബിസിനസ് ബോസ് എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മള് ഈ ഇപ്പം നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുമ്പോഴോ ചട്ടീൻ്റെ സൈഡിൽ നിന്നിട്ട് ഇതെന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യും. പിന്നെ അടുത്ത ദിവസം വരുമ്പം അത് എന്ത് അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതെന്ന് ഇവരോട് ചോദിക്കും. എന്താ ഇത്, അതെന്താ അങ്ങനെ ചെയ്തത്, എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ഐ മേക്ക് നോട്ട്സ്. അപ്പൊ ഇതൊക്കെ ആദ്യം അവരൊക്കെ ചിരിക്കും, എന്നുവെച്ചാൽ നമ്മൾ പറയുന്നതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ച് അന്ന് ഇവരൊക്കെ പറയും, ബിക്കോസ് നീ എന്തെന്നാ ചെയ്യുന്നത്, ബിക്കോസ് ഫിസിക്കലി വേറെ ഒരു വർക്കും ഇവിടെ കാണാനൊന്നും ഇല്ല. ഇപ്പൊ സാധാരണ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി വർക്കിൽ കൂടെ ചേരാൻ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് they were not comfortable making me do that. അച്ഛനും പറഞ്ഞ ഫിസിക്കൽ വർക്ക് അല്ല കാര്യം, ഫിസിക്കൽ വർക്ക് ഇവിടെ ആളുണ്ട്, അവരുടെ കൂടെ ചേർന്നോ, നമ്മൾ കായ വിളിക്കാൻ ഇതിനൊക്കെ കൂടെ ചേരും. പക്ഷെ വർക്കറായി പോകുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ചിന്തയൊക്കെ മാറി ഒരു കോഗ്യന്ത സിസ്റ്റം ആയി പോകും. അത് വേണ്ട എന്ന് പറഞ്ഞു. അവിടെയുള്ള സീനിയർ സ്റ്റാഫും അത് ഉൾക്കൊണ്ടു. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ഹാഡ് എ കോൺസെപ്റ്റ് ദറ്റ് 20-25 ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ എല്ലാം നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ആയിരിക്കില്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു റീകൺസീവ് നോഷൻ ഉണ്ടായിരുന്നു. അതങ്ങനെയല്ലായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ ആശാൻ പഠിപ്പിച്ചാണ് ചെയ്യുന്നത്, ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പം നമ്മളിതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് രണ്ട് തവണ ബാക്കിലോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ലോജിക്.
ഇറ്റ്സ് എ അക്വയർഡ് പ്രാക്ടീസ്. അക്വയർഡ് പ്രാക്ടീസ്. ഓക്കെ. അപ്പം ഐ ബീയിങ് എ സയൻസ് ഐ നീഡഡ് സം ബേസ് ഓഫ് വൈ വി ആർ ഡൂയിങ് സർട്ടൻ തിങ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ അതിന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദേ വർ ഓൾസോ കംഫർട്ടബിൾ. അപ്പൊ അവരും ദേ വർ ഓൾസോ വാം ടു ദ ഫാക്ട് ദറ്റ് ശരിയാണല്ലോ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോഴാണ് പിന്നെ ഈ കസ്റ്റമർ കംപ്ലയിൻസ് വരല്ലോ, ഇന്നലെ ചിപ്സിന് കളർ കുറവായിരുന്നു, എണ്ണ കുടിച്ചിരുന്നു, അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ തണുത്തു പോയി, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇതെന്താ വരുന്നത്. അപ്പം ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇന്നലെ ചെയ്ത പോലെ ഞാൻ മിഞ്ഞാന്നും ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്, അതിലൊന്നും യാതൊരു ക്വസ്റ്റ്യനും ഇല്ല. പക്ഷെ എന്താ അത് വരാൻ കാരണം? അപ്പൊ അതിനെപ്പറ്റി ചോദിച്ച് വരുമ്പോൾ വി ടുഗെദർ ഫൈൻഡ് ദി പ്രോബ്ലം, ടുഗെദർ സോൾവ് ഇറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങിക്കുമ്പോൾ ദ ട്രസ്റ്റ് ഫാക്ടർ ഓൾസോ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ്. പിന്നെ അത് പതുക്കെ ഒരു ഡോക്യുമെന്റ് ആക്കി മാറ്റണം, ഒരു സെറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം വിചാരിച്ചപ്പോഴാണ് ഹാസപ്പിനെ പറ്റി എൻ്റെ വൺ ഓഫ് മൈ ബ്രദേഴ്സ് ടോക്ട് അബൌട്ട് എ സിസ്റ്റം കോൾഡ് ഹാസപ്പ്. ഹാസപ്പിനെ പറ്റി പഠിച്ചപ്പോഴാണ് ദർ ഇസ് ആക്ച്വലി എൻ എക്സ്റ്റേണൽ സർട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നും ഇത് വളരെ എക്സോസ്റ്റീവ് ആയിട്ട് ഇത് പഠിച്ച് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഇത് സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് മാനുവൽസ്, അവിടെ ചെയ്യേണ്ട ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്, അതിലുള്ള റിസ്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ഐഡന്റിഫൈ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് അതൊക്കെ മലയാളത്തിലാക്കി ഇവരെയൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു ചിപ്സിന്റെ മാനുഫാക്ചറിങ്, ആകെ 4 ഇൻഗ്രീഡിയൻ്റ് ഉള്ള ചിപ്സിന്റെ, ബനാന ചിപ്സിന്റെ മാനുഫാക്ചറിങ്ങിൽ എത്രയൊക്കെ സാധനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കൺസിസ്റ്റൻസിനെ ബാധിക്കാം എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള SOPs ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തിന് നമ്മൾ വി ഹാഡ് സർട്ടിഫിക്കേഷന് വേണ്ടി ചെയ്തു. സർട്ടിഫിക്കേഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ ഐ ജസ്റ്റ് വാണ്ടഡ് ദാറ്റ് സിസ്റ്റം ടു ഗോ ഇൻസൈഡ് പീപ്പിൾ. ഓക്കെ. അപ്പോൾ ഹൗ ഹാസ് എ കൾച്ചർ ബീൻ ഡ്യൂറിങ് യുവർ ഫാദേഴ്സ് ടൈം ആൻഡ് ഹൗ ഹാസ് ഇറ്റ് ഇവോൾവ്? കാരണം ഇത്രയധികം വില്ലിങ്നെസ്സും ഒരു സെൻസ് ഓഫ് പേർപ്പസും ഇൻസ്റ്റിൽ ചെയ്യണമെങ്കിൽ ആൾക്കാരിൽ തീർച്ചയായിട്ടും ദേ ആർ ഹാപ്പി ഇൻ യുവർ ഓർഗനൈസേഷൻ. How has that evolved? What kind of practices you have to have a healthy workplace? അത് താങ്ക്ഫുള്ളി അഗെയിൻ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ദാറ്റ് വി ഹാഡ് വെൻ ഐ കെയിം ഇൻ വാസ് എ ഗുഡ് കൾച്ചർ. അവിടെ എന്തായിരുന്നു അന്ന് when you came in? ട്രസ്റ്റ് വാസ് ദെയർ. Okay. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. Okay. ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫാമിലിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ ചിലപ്പം ഇൻ ദി നെയിം ഓഫ് ചിലപ്പോൾ വർക്ക് ഗെറ്റ്സ് ബ്രഷ്ഡ് അസൈഡ് ഇൻ ദ നെയിം ഓഫ് റിലേഷൻഷിപ്പ്. അപ്പം ചില സമയത്ത് അൺപ്രൊഫഷണൽ ആവും ആ കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു ഫുഡ് ഒരു ജനറൽ പോപ്പുലേഷന് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ ചെറിയ ഓവർസൈറ്റ് ഒരു കുട്ടീനെയോ ഒരു സെൻസിറ്റീവ് പോപ്പുലേഷന്റെ ഭാഗമായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഡിവിജ്വൽസിനെയൊക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അത് നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാഷ്വൽ ആവും പലപ്പോഴും. ശങ്കരേട്ടൻ, നമ്മളെ ബിജു എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ മാറ്റാനുള്ള റഫ് എഡ്ജസ് ഒന്ന് പോളിഷ് ചെയ്യണം. ബിക്കോസ് വി ആർ ഇൻ എ വെരി സീരിയസ് ബിസിനസ്. അപ്പം ഇവിടെ ഞാനുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്, ശരി തന്നെ, ആൻഡ് വി ആർ ഓൾസോ സേഫ്. പക്ഷെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ സെർവിങ് എ വെരി എന്താ പറയുക, വെരി സെൻസിറ്റീവ് തിങ് ടു ദി പോപ്പുലേഷൻ. അപ്പം ചിപ്സ് ഒക്കെ കഴുകിയിട്ടല്ല എല്ലാവരും കഴിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ പൊട്ടിച്ച് നേരെ വയലിടാണ്, ബിക്കോസ് ഓഫ് ദ ട്രസ്റ്റ്. അപ്പൊ ദാറ്റ് ട്രസ്റ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ ഇൻ എവറിത്തിങ് ദാറ്റ് വി ഡു ഇൻ ദ സിസ്റ്റം. നമ്മൾ ആ സ്ഥാപനത്തിൽ എന്ത് പ്രൊക്യൂർമെന്റ് തൊട്ട് ഡെസ്പാച്ച് വരെ, ഡെസ്പാച്ച് കഴിഞ്ഞാലും കടയിൽ വെക്കുന്ന കാര്യങ്ങളിൽ വരെ നമ്മൾ തലയിടണം. അല്ലെങ്കിൽ ബിസിനസ്സിൽ വേണ്ട, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഫോർമലൈസ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. എന്നുവെച്ചാൽ അവിടെ ഞാൻ പറയുന്നതല്ലേ, വൺ ഓഫ് ദി റീസൺസ് ദാറ്റ് ഐ വാണ്ടഡ് HACCP was an international system, internationally approved system, and external auditors are coming. ഞാൻ പറയുമ്പോഴല്ലേ അവൻ അങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് പറയുള്ളൂ. ഇത് നമ്മൾ ഞാനും ഇല്ല നീയും ഇല്ല, ഇവിടെ പ്രോഡക്റ്റേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് സേഫ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അത് ആര് ചെയ്താലും കുഴപ്പമില്ല, ആര് ചെയ്യാൻ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഹ്യൂമൻ ഫാക്ടർ അതിനകത്ത് മാറ്റിയിട്ട്, ആ ഇമോഷൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രോഡക്റ്റിൽ ആ പ്രൊഫഷണൽസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ഐ ഡിൻ ബ്രേക്ക് ദ ഹോൾ കൾച്ചർ. എന്നുവെച്ചാൽ അവിടെ നല്ലൊരു പേയ്മെന്റ് സ്ട്രക്ചറും സാലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഞാൻ ഒരിക്കലും, സാലറി കൂട്ടാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിൽ
എന്താ പറയുക ESI, IPF അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് സ്റ്റാഫ് വന്നാലും ശരി, വൺസ് ദേ ആർ ഇൻ അവർ ടീം, ദേ ഷുഡ് ഹാവ് ഓൾ ദി അമ്യൂണിറ്റീസ് ദറ്റ് എ പ്രോപ്പർ സ്റ്റാഫ് ഷുഡ് ഹാവ്. അതൊക്കെ പണ്ടത്തെ കൾച്ചറിലുള്ളത് കുറേയും കൂടെ നന്നാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കൾച്ചറിൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും ബിൽഡ് ചെയ്തു. അവരെ സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ലീഗലി നമ്മൾ പിന്നെയും ബിൽഡ് ചെയ്തു. So this is all about your systems and how you have standardized the whole business. But as I'm listening to you, എനിക്ക് ബിജുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള വേറൊരു കാര്യം, what is the true cost of this leadership? What has it done to you as a human being? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, we believe as founders we need to have all the answers because all critical decisions come back to you. But what does that do to you mentally and physically? അച്ഛന് നേരത്തെയുള്ള ഒരു അങ്കമാലി ട്രിപ്പിന്റെ റീസെറ്റും അല്ല, ബിജുവിന് എന്താണ് ഒരു റീസെറ്റ് പ്രാക്ടീസ് ആയിട്ടുള്ളത്? അച്ഛൻ്റെ റീസെറ്റ് അല്ല എൻ്റെ റീസെറ്റ്. മൈ റീസെറ്റ് ഇസ് ആക്ച്വലി, അച്ഛൻ ഇസ് എ വെരി പബ്ലിക് പേഴ്സൺ. ഈ റീസെറ്റ്സ് വെൻ ഹി മീറ്റ്സ് അതർ പീപ്പിൾ ആൻഡ് സ്റ്റഫ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദീസ് മീറ്റിംഗ്സ് ആൻഡ് അതർ ഇൻട്രാക്ഷൻസ് ആർ ടാക്സിങ് ഓൺ മീ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക് ഒരു പഴയ മലയാള സിനിമ കാണാനിരിക്കലോ കട്ടൻ ചായ കുടിക്കാൻ പോലെയൊക്കെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ കിടന്നുറങ്ങുക, സ്വന്തം സ്നാക്സ് എടുത്ത് കഴിക്കാറുണ്ട്. സ്വന്തം സ്നാക്സ് നമ്മളെ സ്നാക്സേ കഴിക്കാറുള്ളൂ, അത് നമ്മുടെ കാറ്റഗറിയിൽ. വൺസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് വി ക്യാൻ ഓൺലി സേഫ്ലി ഈറ്റ് ദാറ്റ്. അപ്പം എന്തായാലും ഈ I asked that question because as you do that, are you critical? ഈ ബാച്ച് അത് വരും, അത് ഇല്ലേ? എങ്ങനെയായാലും വരും. ആ. അത് മോസ്റ്റ്ലി അത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പാക്കറ്റ്സ് പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പാക്കറ്റ് തന്നെ എനിക്ക് കിട്ടുക, അച്ഛനായാലും എനിക്കും കിട്ടുക. അപ്പം നമ്മൾ എൻ്റെ സ്നാക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ. നമ്മളെപ്പോഴും അവസാനത്തെ ചിപ്സ് വരെ ഇങ്ങനെ നോക്കും, ഇതിന്റെ തിക്നെസ് എല്ലാം ഒരേമാതിരി ആണെന്നൊക്കെ ഉള്ളത്. ആ. ആൻഡ് ദെൻ ടുമോറോ വിൽ ഹാവ് നോട്ട്സ് ആൻഡ് വിൽ ഹാവ് ടു അതെന്താന്നുള്ളത് റെക്ടിഫൈ ചെയ്യണം. പക്ഷേ കമ്മിങ് ടു യുവർ പോയിന്റ്, ഇറ്റ് ഈസ് ടാക്സിങ്. ഇപ്പോൾ ബിസിനസ് ലൈക്ക് എനി പ്രൊഫഷൻ, അപ്പോൾ ഏത് പ്രൊഫഷൻ ആയാലും ടാക്സിങ് ആണ്. പക്ഷേ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് വി ആർ മച്ച് മോർ ടാക്സ്ഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ വി തിങ്ക് എ ലോട്ട് അബൌട്ട് അതേഴ്സ് ഈവൺ ആഫ്റ്റർ ഓഫീസ് അവേഴ്സ്. ബിസിനസ് ഡസൻ ഗോ ഔട്ട് ഓഫ് യുവർ ഹെഡ്. എന്നുവെച്ചാൽ ഇന്ന് നടന്ന കാര്യങ്ങൾക്കൊക്കെ കുറേ കാര്യങ്ങൾ, അപ്പം ഇപ്പം 100 ചില്ലാനും സ്റ്റാഫ് ഉണ്ട് അവിടെ. ഇവരെല്ലാവരുടെ കാര്യത്തിലും ഇന്നൊരാളുടെ ഒരു ഇഷ്യൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫാമിലി ഇഷ്യൂ ആവാം, ദാറ്റ് വിൽ ബോദർ അസ്. അതെങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നൊക്കെ. ബിക്കോസ് ഇൻ ഫുഡ് ബിസിനസ് അവരുടെ മൂഡ് ആൻഡ് ദെയർ ആറ്റിറ്റ്യൂഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആ ഒരു ഇതില്ലേ, അത് നമ്മളെ വർക്ക് പ്ലേസിനെ ബാധിക്കും. ബിക്കോസ് ഇറ്റ്സ് എ വെരി ലേബർ ഇൻറ്റൻസീവ് തിങ്. ഓട്ടോമേറ്റഡോ കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ടേസ്റ്റിനെ ഇതിനെയും കൺസിസ്റ്റൻസിനെയൊക്കെ അത് ബാധിക്കും. എന്തൊക്കെ റെസിപ്പി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും പീപ്പിൾ ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവരുടെ മൂഡ് ആൻഡ് ദെയർ അവരുടെ എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ട്രൂ ഹാപ്പിനെസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റാറുണ്ട് സമാധാനമായിട്ട്? 6 to 7 hours ഉറങ്ങും. ഓൺലി 1 time സ്ലീപ്പ് മാത്രമേ ഉള്ളൂ. ഉച്ചക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. Okay. പകൽ ഉറങ്ങാനുള്ള പരിപാടികൾ. സൺഡേ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ബിക്കോസ് നോബഡി എൽസ് ഇസ് വർക്കിംഗ്. അന്നായാലും ആരുടെയെങ്കിലും കല്യാണമോ വീട് താമസം എന്തെങ്കിലും ഉണ്ടോ ഒക്കെ പോകും. പക്ഷേ ദിസ് ഈസ് ടാക്സിങ്. പക്ഷേ ദർ ഇസ് ഓൾസോ എ ഗുഡ് തിങ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്, ബിക്കോസ് വി ആർ ഡൂയിങ് എ ഗുഡ് കോസ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലിവിങ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ അത് ഈ കുറേ നമ്മൾ ടാക്സ് ചെയ്ത് സ്മോൾ സ്റ്റോറീസ് ഓഫ് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഒരു നല്ല കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഒരു 10-20 ദിവസത്തെ ഹാർഡ് വർക്ക് ഇല്ലേ, അതിൻ്റെ ഒരു ക്രെഡിറ്റായി. കുറേ ടാക്സിങ് സംഭവത്തിനൊക്കെ പെട്ടെന്നൊരു ചെറിയൊരു റിലീസ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മുടെ എക്സ്റ്റെൻഡഡ് ബിസിനസ് ഫാമിലിയിൽ തന്നെയുള്ള ഒരു സ്റ്റാഫിൻ്റെ മോള് നല്ലൊരു ജോലിയിൽ കയറി അങ്ങനെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓൾ ഔട്ട് ഓഫ് ദിസ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് പേർപ്പസ് ഉണ്ടല്ലോ, അത് പിന്നെയും വൈൻഡ് ആവും. അപ്പോൾ നാളെ പിന്നെയും ഇറങ്ങാനുള്ളൊരു ഇത് വരും. ബിക്കോസ് മോർ സ്റ്റോറീസ് ലൈക്ക് ദിസ് വിൽ കം. അങ്ങനെയാണ് ശരിക്കും ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്. ദിസ് ടാക്സിങ് വിൽ ഹാവ് ടു മാനേജ് അവർ ഓൺ വേ. So how are you managing? That is my question. നമ്മളെ മീ ടൈം മാത്രമാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സംഭവം. വീട്ടിൽ പോയി ഒരാളായിട്ടും കോൺടാക്റ്റിലാണ്ട് കിടന്നുറങ്ങുക, പഴയ സിനിമകൾ കാണുക, സൈലൻസ്. ഐ ഡോണ്ട് ഗോ ട്രാവലിംഗ് ഇടയ്ക്ക് ചെയ്യും. പക്ഷേ ട്രാവലിങ്ങോ കാര്യങ്ങളൊക്കെ അതിനെക്കാട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്പേസിൽ സമയങ്ങൾ. ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി ബോറിങ്, പക്ഷേ ദാറ്റ് ഈസ് മൈ. ഇപ്പം ഇന്നത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഒരു ചായയോ ഇതൊക്കെ പിടിച്ചിട്ട് ഒരു ബാൽക്കണിയിൽ വെറുതെ ഇരുന്നിട്ട് ആലോചിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈംസ് വെൻ വി ഗെറ്റ് ന്യൂ സ്പാർക്സ്. പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും
അങ്ങനെയുള്ള സമയത്ത് ബിസിനസ് നെവർ ഗോസ് ഔട്ട്. പുതിയ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് വരികയും ചെയ്യും. വേറെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ യുവർ ഫാമിലി മൈറ്റ് ഓൾസോ വാണ്ട് യു ടൈം. ഹൗ ഡു യു ഓൾസോ ബാലൻസ് ദാറ്റ്? ഇങ്ങനത്തെ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഐ ഗെറ്റ് ദാറ്റ് യു ഹാവ് ടു റീസെറ്റ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വി ടെൻ ടു give a lot more extra than we actually can, believing that we are pushing past limiting beliefs, pushing our boundaries. And foundersന് എപ്പോഴും കിട്ടുന്ന ഒരു 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 കിക്ക് ഉണ്ട് ഔട്ട് ഓഫ് ദി job well done. Like you rightly said, it keeps you moving. But are there times when it has really gotten to you physically or mentally? Can you describe an instance? അത് പെട്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്ത വൺ ഓഫ് ദി ലോവസ്റ്റ് പോയിന്റ്സ് ഓഫ് അവർ ബിസിനസ് ലൈഫ് ഹസ് ബീൻ ഈ കേരളത്തിലായാലും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ നിയമങ്ങളുടെ ഇടയിലേക്കൂടെ 10-20 നിയമങ്ങളുടെ ഇടയിലേക്കൂടെ ഒരു ഓൺടർപ്രണർ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുടുങ്ങും. അങ്ങനെ വി ഹാഡ് എ ബിഗ് ഇഷ്യൂ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2012, വേ ബാക്ക് ഇൻ 2012. അന്ന് നമുക്ക് ട്രേഡ് മാർക്കിൻ്റെ ഒരു ഇഷ്യൂവിന് വി ഹാഡ് എ നോട്ടീസ് ഫ്രം ദി സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അന്ന് വാറ്റ് റെജീം എന്ന് അവിടുന്ന് ഒരു നോട്ടീസ് വന്നു, വിച്ച് വെൻ ടു അറൌണ്ട് 6 crore രൂപ വരുന്ന 6 കോടിയോളം വരുന്ന ഒരു ലയബിലിറ്റി. ബേസിക്കലി വെരി സിമ്പിൾ. നമ്മൾ ചാർജ് ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ഒരു 4 വർഷത്തിന് ശേഷം അവർ പറയുകയാണ് അതല്ലായിരുന്നു, 5% അല്ല 12.5 ആയിരുന്നു കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻഷ്യൽ ടാക്സ് ഫോർ ദി പാസ്റ്റ് 4 years ഒന്നിച്ചടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും പെനാൽറ്റിയും ഇൻട്രസ്റ്റും എല്ലാം കൂടെ ഹ്യൂജ് ക്രോർസിലേക്ക് വന്നു. ഈ അതെന്ന് പറഞ്ഞാൽ ശരിക്ക് MSME ഒരു ഫാമിലി റൺ ബിസിനസ് മാതിരി നമ്മളെപ്പോലുള്ളൊരു ബിസിനസ്സിന് വേർ നമ്മൾ ഒരു മാസത്തെ ഓപ്പറേഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആ ഒരു ലെവലിലുള്ള ക്യാപിറ്റൽ ഫ്ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ക്രോർസിൻ്റെ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ദാറ്റ് വി തിങ്ക് ഓഫ് ഇസ് വൈൻഡിങ് അപ്പ്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ തീർന്നു പോകും. എന്നുവെച്ചാൽ റവന്യൂ റിക്കവറി നോട്ടീസസ് അങ്ങനെയുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇവൻ ബാങ്ക് അക്കൗണ്ട് ഗെറ്റിംഗ് ഫ്രീസ്ഡ്. അപ്പം ദാറ്റ് വാസ് എ ഡാർക്ക് പ്ലേസ് അന്ന് ആ സമയങ്ങളിൽ. എന്നുവെച്ചാൽ ഐ സ്റ്റിൽ റിമെമ്പർ രാവിലെ എഴുന്നേറ്റ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് പോകേണ്ട സമയം വരുമ്പോൾ അന്ന് അവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, പൂട്ട് വെച്ചിട്ട് ഇങ്ങനെ മറ്റേ റവന്യൂ റിക്കവറിക്കാർ വന്നിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്നായിരിക്കോ നാളെ ആയിരിക്കോ എന്നുള്ളൊരു പേടിയോടെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. ആൻഡ് ദെൻ ഇതിന്റെ പുറകെ ഇതിന്റെ കേസ് മറ്റേതൊക്കെ ആയിട്ട് വെരി ടാക്സിങ്. ഇപ്പം ബിസിനസ് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നൊക്കെ നമ്മുടെ മനസ്സ് മാറും അതിനകത്ത്. ഐ ലൈക്ക് ബ്രിങ്ങിങ് മോർ സൊല്യൂഷൻസ്, പുതിയ ഇന്നോവേഷൻസ് ഉണ്ട്. ആ ഇന്നോവേറ്റീവ് സാധനങ്ങൾ കംപ്ലീറ്റ് ചത്തുപോയി. ഐ തിങ്ക് അറൌണ്ട് 4-5 yearsോളം ശരിക്കും കംപ്ലീറ്റ് അതിന് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ. വി ആർ ജസ്റ്റ് റണ്ണിങ് ദ ബിസിനസ്. ആൻഡ് ദെൻ ഇത് ജനറേഷണൽ ബിസിനസ്സും അല്ലല്ലോ, ഈ ജനറേഷൻ ഉണ്ടാക്കിയ ബിസിനസ്സാണ്. അപ്പം നമ്മളൊരു ഇങ്ങനത്തെ ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വാഷസ് ഔട്ട്. ജനറേഷൻ ബിസിനസ് ആണെങ്കിൽ വിൽ ഹാവ് സം പ്രോപ്പർട്ടീസ് ടു എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ ഉണ്ടാവും, അത് വെച്ച് മാനേജ് ചെയ്തൊക്കെ പോകാൻ വേണ്ടി. അപ്പം ഹിറ്റ് കിട്ടിയാലും വി ക്യാൻ സർവൈവ്. ഇതങ്ങനെയല്ല. ഇഫ് ദിസ് കംസ് ഓവർ, അതേ ആ ഒരു ഗ്രാവിറ്റിയിൽ തന്നെ ഈ നോട്ടീസ് പറഞ്ഞ മാതിരി തന്നെ നമ്മളെടുത്ത് അവരെടുക്കുകയായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് വാട്ട് എവർ അസറ്റ്സ് വി ഹാഡ് വിൽ ഗോ. അത്രയും വലിയൊരു ലയബിലിറ്റി അവരെ. ദാറ്റ് വാസ് എ ടൈം വെൻ എവറി ഡേ വി തോട്ട് ടുഡേ മൈറ്റ് ബി ദ ലാസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ ബിസിനസ്സിൽ പോയ ഒരു സമയം ഉണ്ടായിരുന്നു. How did you hold yourself together during that time? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ there were fellow ഇങ്ങനെ ബാധിച്ചിട്ടുള്ള തുല്യ ദുഃഖിതർ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം നോയിങ് ദാറ്റ് ഐ വാസ് നോട്ട് അലോൺ വാസ് വൺ തിങ്. എൻഡ് ഓഫ് ദി വേൾഡ് അല്ല എന്നുള്ളത്. ആൻഡ് എവറിബഡി വാസ് ട്രൈങ്. 3-4 people ഒന്നിച്ച് ട്രൈ ചെയ്യുന്നതിൻ്റെ അതൊന്ന്. സെക്കൻഡ് തിങ് വാസ് അച്ഛൻ വാസ് എ പില്ലർ ഓഫ് സപ്പോർട്ട്. അപ്പം അച്ഛൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ വേറെ ആരും വാങ്ങിച്ചു, നമ്മൾ ഉണ്ടാക്കിയല്ലേ, ഇതൊക്കെ നമ്മൾ ഈ ബിസിനസ് ഉണ്ടാക്കിയല്ലേ, അത് പോകുന്നല്ലേ ഉള്ളൂ, അപ്പം ആലോചിക്കാമെന്ന്. ആൻഡ് മൈ വൈഫ് യൂസ് ടു സേ ദാറ്റ് വി ആർ ക്വാളിഫൈഡ്, ബിസിനസ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ, ഇതൊക്കെ നടക്കും എന്നൊക്കെ ഉള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ദ തിങ് ദാറ്റ് ദീസ് പീപ്പിൾ ആർ ആക്ച്വലി സെയിങ് ദാറ്റ് വരുന്നിടത്ത് വെച്ച് വരുന്നത് കാണാം എന്നുള്ള രീതിയിൽ അമ്മയും ഈ കാര്യത്തിലൊക്കെ പറയുമ്പോൾ ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ.
അങ്ങനെയാണ് സർവൈവ് ചെയ്ത് ബിക്കോസ് ഓഫ് ദി സപ്പോർട്ട് സിസ്റ്റം. Because of the support system, you also overcame it, right? അല്ലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു ബിജു ഫോർ ഷെയറിങ് ദാറ്റ് വിത്ത് മീ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനിരുന്നത്, you've been through so many challenges and you've demonstrated fantastic leadership. You've demonstrated balance in your life. പക്ഷെ ഏതൊരു വ്യക്തി എന്ന പോലെയും there will be lessons that you're still learning. What is the lesson that you're still learning today? എവറി ഡേ വി ആർ ലേണിംഗ് സം ലെസൺസ്. എന്നുവെച്ചാൽ ഐ എം സ്റ്റിൽ എ വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് ഫാർ ആസ് പറഞ്ഞ ബിസിനസ് ഓണർ ആയാലും ശരി, ഹസ്ബൻഡ് ആയാലും ശരി, അച്ഛനായാലും ശരി. ബിക്കോസ് എവറിത്തിങ് ഈസ് ചേഞ്ചിങ് അറൗണ്ട് അസ്. ദ ആർ ടീച്ചിങ് ന്യൂ തിങ്സ്. എവറി ഡേ ഇന്നലെ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും എവറി ഡേ സംതിങ് ന്യൂ കംസ് അപ്പ്. പക്ഷെ ഓൺലി തിങ് ഈസ് പണ്ടത്തെ പോലെ കുറച്ചും കൂടെ കാലിബ്രേറ്റ് ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ദിസ് വിസ്ഡം ഹെൽപ്സ് അസ്. അതർ ദാൻ ദാറ്റ് 50 വർഷം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം വീഴാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ വാട്ട് കംസ് അപ്പ് ടുഡേ ആഫ്റ്റർ ദ സെഷൻ, വാട്ട് ക്യാൻ ഹാപ്പൻ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം ഓൺലി തിങ് ഈസ് വി ബിക്കം മച്ച് മോർ സ്ട്രോങ് ആൻഡ് അലൈൻഡ് ഇൻ അവർ ഗോൾസ്. അപ്പോൾ പെട്ടെന്നൊന്നും നമ്മളെ ഒരു കാര്യത്തിന് തട്ടിയിടാൻ പറ്റില്ല. പ്രോബബ്ലി ഇൻ ദി ഇനീഷ്യൽ ഇയേഴ്സ് നമ്മൾ ചിലപ്പോൾ റെസിലിയൻസ് ഒക്കെ വരും അച്ചീവ് ചെയ്തിട്ടെത്തുന്നത്. വെച്ചാൽ വി ഹവ് ഓൾറെഡി ഇൻ ദ ട്രാക്ക്, ഇന്നേ സാധനം എത്തണം എന്നൊക്കെ ഉള്ളത്, പിന്നെ ഇത്രയും നാളായില്ലേ എന്നുള്ളൊരു കൺവിക്ഷനും ഒക്കെ വരും. ഇനീഷ്യലി അങ്ങനെയല്ല. ചിലപ്പോൾ വേണ്ട പോലൊരു സാധനം തട്ട് കിട്ടിയിരുന്നെങ്കിൽ, സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിലൊക്കെ പോയേനെ. The lesson you've learned is you need to have a good support system in place. Support system, and you have to nurture that support system also. Don't take the support system for granted. Okay. അത് വീട്ടുകാരായാലും ശരി, മക്കളായാലും ശരി. നേരത്തെ യു ആസ്ക് മീ അബൌട്ട് ടൈം ഫോർ യുവർ ഫാമിലി, എവറിത്തിങ്. അപ്പോൾ ചിലപ്പോൾ വി വോണ്ട് ബി ഇൻ എ പൊസിഷൻ ടു ഗിവ് ദം ടൈം, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഫൈൻഡ് ടൈം. എന്നുവെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് യു, ദേ ഓൾസോ ഹാവ് ദർ ഇഷ്യൂസ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തുണ്ടെങ്കിലും അവരെനിക്കുണ്ടാവും എന്ന് വെറുതെ പറയലല്ല, അവർക്കും നമ്മൾ കുറച്ച് സമയം കണ്ടുപിടിക്കുകയും അവരുടെ കാര്യങ്ങളിലും നമ്മൾ ഒന്ന് കമ്പാഷനേറ്റ് ആയിട്ട് ഇടപെടുകയും കാര്യങ്ങളും ഒക്കെ വേണം. എന്നാലേ അവർ വേണ്ട പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സർട്ടൻ തിങ്സ് ദേ ഓൾസോ ഷുഡ് ബി ഇൻ ദ പിക്ചർ ഓൾസോ. സോ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ്, എനിക്ക് ഇവരുടെ മുമ്പിലൊന്നും വേറെ സീക്രറ്റ്സ് ഒന്നുമില്ല. ബിസിനസ്സിൽ നടക്കുന്നതായാലും മൈ ഫാമിലി ഈസ് അപ്ഡേറ്റഡ്. ഫാമിലി നടക്കുന്ന അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സിലുള്ള ചില ആൾക്കാരും അപ്ഡേറ്റഡാണ്. അപ്പം അത് ദോ ഐ സി ബോത്ത് സെപ്പറേറ്റ്ലി, ദേ ആർ അപ്ഡേറ്റഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം എന്ന് വെച്ചാൽ വെൻ സംതിങ് ഹാപ്പൻസ് ഓൾസോ ദേ ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഹെൽപ്പ് യു ഓൾസോ. ഇപ്പം ഫാമിലിയിൽ ഇന്ന തന്നെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനേജേഴ്സിനും എൻ്റെ ബിസിനസ്സിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന് ദേ ക്യാൻ കവർ യു അപ്പ് ഫോർ ദാറ്റ്. അതേമാതിരി തന്നെ കാര്യങ്ങൾ അറിയുക. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് യുവർ സപ്പോർട്ട് സിസ്റ്റം ഓൾസോ. അതേപോലെ today, is there a habit that you cannot do without? As a human being, not the founder, Biju and the human being, is there a habit that you cannot do without? Week in, week out, day in, day out. What is that thing you always get back to? ഹാബിറ്റ് ഇസ് ആക്ച്വലി, ഇപ്പം നേരത്തെ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞാലും വി സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി. അതിപ്പോൾ ഒരു ഹാബിറ്റാണ്. എന്നുവെച്ചാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ കിഡ്സ്, വിത്ത് മൈ കിഡ്സ്, അവരൊക്കെ എങ്ങനെ മാറുന്നുണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെന്നൊക്കെ അറിയുന്ന ഒരു സാധനമുണ്ട്. അത് എപ്പോഴും ഒരു വീക്ക്ലി റിച്വൽ മാതിരി ആയിട്ടുണ്ട്. പിന്നെ ബിസിനസ് റിലേറ്റഡ് ആയാലും ഐ ഹാവ് മൈ റൂട്ടീൻ വേർ ചില എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഐ ഹാവ് ബിൽഡ് മൈ സിസ്റ്റംസ് അറൗണ്ട് ദാറ്റ്. അതില്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടില്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ട്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനത്തെ റൂട്ടീൻസ്. പിന്നെ അതർ ദാൻ ദാറ്റ് ഇൻ ലൈഫ് ഐ ഡോണ്ട് ഹാവ് ഫിക്സ്ഡ് റൂട്ടീൻസ് ഇല്ല. എവ്രി വീക്ക് ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ വരും, പഴയ ഓർമ്മകൾ വരും. അപ്പോൾ പഴയ രീതിയിലേക്ക് പോകും. ചിലപ്പോൾ നമുക്ക് ചിലപ്പം പുതിയ കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ രീതിയിലേക്ക് മാറും. അങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആണ്. അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ആസ് എ ബിസിനസ്മാൻ യു ഡോണ്ട് ഹാവ് ദ ലക്ഷറി ടു ഹാവ് സച്ച് എ തിങ്. സോ ദീസ് ആർ ദി സ്മോൾ തിങ്സ് ദാറ്റ് ഐ ഹാവ് ആസ് എ റൂട്ടീൻ. One last thing I want to ask you, when you spoke about children, ഓർമ്മകളെ പറ്റി പറഞ്ഞപ്പോൾ
What is that memory from your childhood that still brings you joy? ഓർത്ത് നോക്കുമ്പോൾ ജോയ് അന്ന് ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനമായിരുന്നു. കുറച്ച് പൊള്ളുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ ഡേയ്സിൽ നമ്മളൊക്കെ കൊച്ചിയിൽ ജീവിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു ഓർമ്മയാണ്. നല്ല തട്ടുകടകളുണ്ടായിരുന്നു. അപ്പോൾ ഈ തട്ടുകൾ എല്ലാ ജംഗ്ഷനിലും നല്ല കുറച്ച് തട്ടുകൾ എപ്പോഴും ഉണ്ടാവും. അത് വൈകുന്നേരം ഒരു 6:30 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ദേ സ്പ്രിംഗ് അപ്പ്, കം ഇൻ ടു ആക്ഷൻ. ഇതിൻ്റെ മുമ്പിലേ കൂടിയാണ് ഡെയിലി നമ്മൾ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അന്ന് പൊറോട്ടയും ബീഫുമാണ് നമ്മുടെ നാഷണൽ ഭക്ഷണം കേരളത്തിലെ. അപ്പം പൊറോട്ടയും ബീഫും വീട്ടിൽ നിരോധിച്ച സാധനമാണ്. അച്ഛൻ അത് സമ്മതിക്കില്ല. ബീഫും കഴിക്കാൻ പറ്റില്ല, പൊറോട്ടയും നല്ലതല്ല, തട്ടുകടയിൽ നിന്നാണെങ്കിൽ ഒരിക്കലും വേണ്ട. പക്ഷേ എല്ലാ ദിവസവും അതിൻ്റെ മുമ്പിൽ കൂടെ വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിക്കുന്ന ശീലങ്ങൾ തുടങ്ങി. അപ്പോൾ നോം വാസ് ഇന്നേ ദിവസങ്ങളിൽ ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വരും. ഞാൻ എൻ്റെ റൂമിൽ പോയിട്ടാണ് കഴിക്കുക. അപ്പം സിസ്റ്ററും ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഒറ്റി കൊടുക്കും. അപ്പം അവൾക്കുള്ളത് അവൾക്കും കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു അൺനോൺ സാധനം ഒരു പാക്റ്റായിട്ട് പോകുന്നൊരു വളരെ സ്മൂത്തായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം ഇതേമാതിരി തന്നെ വളരെ നോർമലായിട്ട് സൈക്കിളിലാണെന്ന് സൈക്കിളിൽ സാധനമൊക്കെ തൂക്കി വീട്ടിലെത്തുമ്പോൾ ഇത് പോക്കറ്റിൽ എടുത്തിടും. എന്നുവെച്ചാൽ ചെറിയ പാക്കായിരിക്കും. അന്ന് വെറുതെ കിച്ചൺ കവറിലും ന്യൂസ് പേപ്പറിലൊക്കെ കെട്ടിയിട്ട് വളരെ ചെറുതായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതെടുത്തിട്ട് നേരെ പോക്കറ്റിലിടും. പോക്കറ്റിലിട്ടിട്ട് വീട്ടിൽ കയറി നേരെ റൂമിലേക്ക് പോകാമല്ലോ. അച്ഛൻ പൊതുവെ ഫ്രണ്ടിൽ ഉണ്ടാവാറില്ല. അച്ഛനകത്തായിരിക്കും. അച്ഛൻ മാത്രമേ പ്രശ്നമുള്ളൂ. അമ്മേനെ ഒതുക്കാം. സിസ്റ്റർ കൂടെയുണ്ട്. കയറി വന്നപ്പം ഡോറ് തുറന്നപ്പോൾ തന്നെ സിറ്റിംഗ് റൂം നിറച്ചു ആൾക്കാരാണ്. നമ്മളെ എന്തോ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്ന് ഭയങ്കര വർത്താനം. അപ്പോൾ എന്നെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ നല്ല ചൂടുള്ള ബീഫാണ് പോക്കറ്റിൽ. അപ്പോൾ ഇവർ ചെന്ന് കഴിഞ്ഞപ്പം അവരെ കാണുമ്പോൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ചിരി ചിരിച്ച്. അപ്പം ചിരിച്ച എല്ലാവരും അപ്പോൾ അവരവരുടെ കഴിഞ്ഞ 6 മാസത്തെ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ സിസ്റ്ററിന് മണടിച്ചു. അവൾക്ക് മനസ്സിലായി. അവളും ചിരിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കണക്കിന് കുറേ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ പോകില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയി. ഇവള് ചിരിക്കുന്ന കണ്ടപ്പോൾ അമ്മക്ക് മനസ്സിലായി. അച്ഛനൊഴിച്ച് ബാക്കിയുള്ളവർക്കും മനസ്സിലായി. ഞാൻ നേരെ റൂമിൽ പോയി. ഇവള് പുറകെ ഓടി വന്ന് ചിരിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. അവളുടെ ഷെയർ കിട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുന്ന് കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും കയറി വന്നിട്ട് നീ ഇന്നും വാങ്ങിച്ചല്ലേ എന്ന് പറഞ്ഞു. അത് വാങ്ങിക്കുക. എത്ര നേരെ മനുഷ്യന് പൊള്ളിയിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് അത് കഴിച്ച് അച്ഛൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അച്ഛൻ അറിയില്ല. ഇത് പറയുമ്പോഴായിരിക്കും അച്ഛൻ അറിയും. പക്ഷെ അത് അമ്മയും അങ്ങനെ ഒരു വരക്കാറുണ്ട്. ചില കേസുകൾ അച്ഛൻ അറിയാണ്ടും ഇതൊക്കെ. സോ ദാറ്റ് ഈസ് വൺ ഗുഡ് മെമ്മറി. രസമാണ്. എന്ന് വെച്ചാൽ അന്ന് ഈ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ തട്ടുകടയില്ല, ബീഫും ഇല്ല, ഈ പൊറോട്ടയും ഇല്ല. അപ്പം അന്നത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇന്ന് മഴക്കാലത്തൊക്കെ അതിൻ്റെ ഒരു രുചിയൊക്കെ നമ്മൾ തിരിച്ചു വരും. ഒരു രസമുള്ളൊരു സാധനമായിരുന്നു. ഇന്നും അങ്ങനെ തേടി പോകാറുണ്ടോ ആ ഓർമ്മയുടെ പേരിൽ? ഇപ്പം അങ്ങനെ തേടി പോകാറുള്ള സ്ഥലങ്ങൾ ചില അന്നുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പം ഇല്ല. അതാണ് വേറൊരു ഇത്. പക്ഷെ ഇപ്പം ചില പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അതാണെങ്കിൽ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഷെഫുമാർ മാറുക, അല്ലെങ്കിൽ അടുത്ത ഫാമിലിയിലേക്ക് പോവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ സോളങ്ങ് പോകും. അത് പോയാൽ പഴയൊരു നമ്മൾ വിശപ്പ് ഇല്ലാണ്ടാക്കാനല്ല ഇവിടെയൊക്കെ പോകുന്നത്. ഇറ്റ്സ് ഓൾവേസ് ഒരു ടേസ്റ്റ് മോർ ദാൻ ജസ്റ്റ് ദ റെസിപ്പി. അപ്പം അതിനൊക്കെ അവിടെ പോകും. അതിപ്പോൾ ഇല്ല പല സ്ഥലത്തും. അപ്പം അങ്ങനെ പോകാറില്ല. വെൻ ന്യൂ തിങ്സ് കംസ് ആരെങ്കിലും പറയുമ്പോൾ അവിടെ പോവും, എക്സ്പ്ലോർ ചെയ്യുന്നല്ലാണ്ട്. പക്ഷെ എന്തായാലും പണ്ടുള്ള ആ ഒരു ഇതില്ലേ, ഒളിപ്പിച്ച് കഴിക്കുന്നതും ഉള്ളത് കഴിക്കുന്നതും. അപ്പം കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചാറ് മാത്രം വാങ്ങിക്കുക, പൊറോട്ട 20 എണ്ണം വാങ്ങിക്കുക, എന്നിട്ട് അച്ചാറ് കത്തുന്ന പോലെ കഴിക്കുക. അത് വളരെ ക്ഷാമത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇത്രയും പേർക്ക് ഷെയർ ചെയ്തിട്ട് കഴിക്കുക. അതിൻ്റെയൊക്കെ രുചി സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സസിൽ കിട്ടുന്നില്ല. അപ്പം ആവശ്യത്തിന് കഴിക്കാം. പക്ഷെ അന്ന് നമ്മൾ തോണ്ടിയും ഷെയർ ചെയ്തൊക്കെ കഴിച്ചതിൻ്റെ ഒരു മനസ്സെന്നറിയലുണ്ടല്ലോ, അതിപ്പില്ല. ഇന്നിപ്പം when you mention this point, ഇന്നൊരു ചിപ്പു സ്നാക്ക് ഒരാൾ കഴിക്കുമ്പം what do you want them to feel? I want them to feel that we have taken a lot of care and gone into a lot of details to give them what we have given them. അപ്പോൾ അത് ഫീൽ ചെയ്യണം. അത് നമ്മൾ പറഞ്ഞിട്ടല്ല അറിയാത്ത. നമുക്ക് നല്ലോണം എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം, നല്ല ഫുഡ്, പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്.
അപ്പോൾ ഒരു കമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തിൽ ആ കമേഴ്ഷ്യൽനെസ് ഇല്ലാണ്ട് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ്. അപ്പോൾ അവർ ചിപ്സ് കഴിക്കുമ്പോൾ ദേ ഷുഡ് ഫീൽ ലൈക്ക് ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ് ദാറ്റ് യു ഹവ് റിസീവ്ഡ് ഇസ് അച്ചമ്മേന്റെ ചിപ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന കോംപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ വീടുകളിൽ നിന്നൊക്കെ അമ്മൂമ്മേൻ്റെ അടുത്ത് അപ്പൂമ്മേൻ്റെ അടുത്തൊക്കെ പോയിട്ട് അച്ഛനമ്മമാരൊക്കെ വരുമ്പോൾ അവരുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളായിട്ടാണ് വരിക. അപ്പം അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതുമായിട്ട് നമ്മുടെ സാധനങ്ങൾ കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് സർട്ടിഫിക്കേഷൻ. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ അവരുടെ അമ്മൂമ്മ ഉണ്ടാക്കിയ സാധനമാതിരി ഉണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ then we have achieved something. That is also, I think, what the soul of your company is all about. Yeah. Preserving those traditions. And അത് തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഫ്രം ദിസ് കോൺവെർസേഷൻ. ഐ ഹവ് റിട്ടൺ ഇറ്റ് ഡൗൺ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇസ് നോട്ട് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. ഇറ്റ്സ് പ്രിസർവിംഗ് സംതിങ് ഓൾഡ് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് പർപ്പസ്. സോ ഐ തിങ്ക് യു ഹവ് ക്ലിയർലി മാനേജ് ടു ഡു ദാറ്റ്. താങ്ക് യു ബിജു ഫോർ ഷെയറിംഗ് ദിസ് ടൈം വിത്ത് us. ബിഫോർ വി പാർട്ട് വേസ്, I'm going to share a notebook with you. നമ്മുടെ ടേബിളിലേക്ക് വരുന്ന ഓരോ ഫൗണ്ടറും they're going to write a page to their younger selves, not to the audience, not for me, but what would you tell a younger Biju today എന്നുള്ളത് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. And together, when the time is right, we're going to put together something beautiful and we're going to hand it back to you. Okay. Right. Thank you for your Thank you. Thank you.